പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് ഫോർസ ഹൊറൈസൺ 5. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഫോർസ ഹൊറൈസൺ 5ൻ്റെ ഗെയിം പ്ലേ ഇടണേ. ഇന്ന് പിന്നെ ഞാൻ കൊണ്ടുവന്ന വണ്ടി പോർഷെ 911 GT2 RS12 എന്ന വണ്ടിയാണ്. സംഭവം നൈസ് വണ്ടിയാണ്. ഇത് പിന്നെ ഫുള്ളി മോഡിഫൈഡാ. ഈ വണ്ടിയിൽ ഞാൻ എക്സോസ്റ്റ് മാറ്റി, എൻജിൻ അപ്ഗ്രേഡ് ചെയ്തു, കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് പോർഷെ 911ൻ്റെ ഇൻറ്റീരിയറും കാണാനും നൈസായിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടിയുടെ സൗണ്ട് കേട്ടോക്കാം. ഇതിൻ്റെ സൗണ്ട് ഒരു രക്ഷയില്ല കേട്ടാ. മാലപ്പടക്കം പൊട്ടണ പോലെയുണ്ട്. അമ്മാതിരി സൗണ്ടാ. ഈ വണ്ടി പിന്നെ ഞാൻ ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എത്രയാണെന്ന് എനിക്കറിയില്ല. നമുക്ക് പറ്റിയെങ്കിൽ അതും കൂടി നോക്കി നോക്കാം. ലെറ്റ്സ് ഗോ. നമുക്ക് ആദ്യം പോയിട്ട് ഒരു റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇവിടെ പിന്നെ ഇഷ്ടം പോലെ റേസ് ഉണ്ടാവും. ഏതിലെങ്കിലും അങ്ങ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജംപ് ടെസ്റ്റും കൂടി ചെയ്യണം. മറ്റേ ബ്രിഡ്ജൊക്കെ കിടക്കില്ലേ, പുഴ കിടക്കില്ലേ, അതും ചെയ്യണം. ഓക്കെ, എനിക്കവിടെ മുമ്പിൽ ഒരു റേസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഓ, ഇതാ മറ്റേ ഡർട്ട് റേസിങ്ങാ. നമുക്ക് തൽക്കാലം അതിൽ കയറണ്ട. കാരണം നമ്മുടെ ഈ വണ്ടി ഡർട്ട് റേസിങ്ങിനെ പറ്റിയതല്ല. ഇവിടെ എവിടെയെങ്കിലും സ്ട്രീറ്റ് റേസ് ഉണ്ടാവും, നമുക്ക് അതിൽ കയറിയാൽ മതി. ഓക്കെ, മുമ്പിൽ എനിക്ക് വേറെ ഒരു റേസ് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഞാൻ ആ റേസിൽ മുന്നേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഒന്നും കൂടെ അങ്ങ് കയറാം. ഇത് പിന്നെ ഒരു സ്ട്രീറ്റ് റേസാ. ഓക്കെ ഗൈസ്, ഇവിടെ ഇങ്ങനെ റേസൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ലെറ്റ്സ് ഗോ. അപ്പുറത്ത് വേറെ ഒരു പോർഷ ഉണ്ട്. ഇവന്മാർ എന്തു സ്പീഡിലാണ് പോണേ. അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഈ റേസിൽ എനിക്ക് ഫസ്റ്റ് അടിക്കണം. ബാക്കിൽ ഉള്ളവന്മാർ എന്നെ ഇടിക്കുന്നുണ്ട്. അത് ഞാൻ കാര്യമാക്കണില്ല. നമുക്ക് ഈ റേസിൽ ഫസ്റ്റ് അടിക്കണം. മുമ്പിൽ പിന്നെ വളവൊക്കെ വരുന്നുണ്ട്. നമുക്കൊന്ന് വണ്ടി സ്ലോ ആക്കാം, അല്ലെങ്കിൽ നേരെ അപ്പുറത്തെ പറമ്പിലേക്ക് പോവും. ഓക്കെ, ഇവിടെ നമുക്ക് പതുക്കെ ലെഫ്റ്റ് എടുക്കാം, എന്നിട്ടങ്ങ് പിടച്ചു വിടാം. അവന്മാർ നല്ല സ്പീഡിൽ പോവുന്നുണ്ട്. അവരെ വെട്ടിക്കാൻ പറ്റുമോ? വെട്ടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കണു. ഇപ്പോൾ ഞാൻ 4ാം സ്ഥാനത്താ. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3ാം സ്ഥാനത്ത് എത്തണം, എന്നാലേ ഈ റേസിൽ ജയിക്കാൻ പറ്റുള്ളൂ. 4ാം സ്ഥാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഔട്ടായി. നമുക്ക് ഈ റേസിൽ ഔട്ടാവാൻ പാടില്ല. ഇവന്മാരെ ഓവർടേക്ക് ചെയ്യാൻ പറ്റണില്ലല്ലോ. സമയമുണ്ട്. ഇവരെ പതുക്കെ ഓവർടേക്ക് ചെയ്താൽ മതി. ഇപ്പോഴും 33% മാത്രമേ റേസ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അയ്യോ, ഇയാളിപ്പോൾ എവിടെ നിന്ന് വന്നേ? ഇപ്പോൾ ഞാൻ ഇവിടെ 5ാം സ്ഥാനമായി. ഇനി ഇവരെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. നമുക്കങ്ങ് സ്പീഡിൽ പോവാം. ഇപ്പോൾ 41% കഴിഞ്ഞു. ഇവിടെ ഞാൻ വീണ്ടും 4ാം സ്ഥാനത്ത് എത്തി. ഈ വണ്ടിക്ക് പിന്നെ നല്ല കൺട്രോൾ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ 3ാം സ്ഥാനത്ത് എത്തി. പോട്ടങ്ങട് നമുക്ക് ഫസ്റ്റ് അടിക്കണം. ആ മുമ്പിൽ പോണ വണ്ടി ഏതാ? ഇത് ലംബോർഗിനിയാണ്. ആ ഫസ്റ്റ് പോണ വണ്ടി ഏതാണാവോ? അത് ഫെരാറിയെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ 2ാം സ്ഥാനത്ത് എത്തി. ഇനി ഇതിനും കൂടി അങ്ങ് ഓവർടേക്ക് ചെയ്താൽ മതി. അയ്യോ, അതങ്ങ് കയറി പൂണ്ടല്ലോ. ഫെരാറിയെന്ന് തോന്നുന്നുണ്ട്, നല്ല സ്പീഡുണ്ട്. നമ്മുടെ പോർഷ അത്രയ്ക്ക് മോശമൊന്നുമല്ല. പോർഷയ്ക്കും അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്. ലെറ്റ്സ് ഗോ. അങ്ങോട്ട് മാർക്ക്. ഇപ്പോൾ ഞാൻ 1ാം സ്ഥാനത്ത് എത്തിയേക്കാണ്. ഇപ്പോഴും 75% റേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി മാത്രമേ പോവാളോ. ഈ റേസ് അപ്പോൾ ഞാൻ തന്നെയും ഫസ്റ്റ് അടിക്കുക. നോക്കി നോക്കാം. അവന്മാർ പക്ഷേ എൻ്റെ തൊട്ട് പിന്നാലെ ഉണ്ട്. നിങ്ങൾക്ക് മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവരിപ്പോൾ എന്നെ ഓവർടേക്ക് ചെയ്യും. ഓവർടേക്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പോൾ 85ആയി. ഇനി അധികം ദൂരമൊന്നുമില്ല. ഇവിടെ പിന്നെ മുന്നിൽ നിന്ന് വേറെ കുറേ വണ്ടികൾ വരുന്നുണ്ട്. അവന്മാർ ഇടയ്ക്ക് നമുക്ക് പണി തരും. ആ വണ്ടിമെങ്ങാനും പോയി ഇടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കയറി പോവേ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ ഏതായാലും ഈ റേസ് കംപ്ലീറ്റ് ചെയ്തേക്കാം.
ലെറ്റ്സ് ഗോ. ഞാനങ്ങനെ ഫസ്റ്റ് അടിച്ചു. മറ്റവന്മാർ പക്ഷേ എൻ്റെ തൊട്ട് പിന്നാലുണ്ടായിരുന്നു. ഒരു ഭാഗ്യത്തിന് എന്നെ ഓവർടേക്ക് ചെയ്തില്ല. ഓക്കെ, ഇവിടെ അങ്ങനെ ഒരു റേസൊക്കെ കംപ്ലീറ്റ് ചെയ്തേക്കാണ്. ഇപ്രാവശ്യം നമുക്ക് വീൽ സ്പിനൊന്നും കിട്ടിയില്ല കേട്ടാ. സാധാരണ നമ്മൾ റേസിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീൽ സ്പിനൊക്കെ കിട്ടാറുണ്ട്. അതിൽ നിന്ന് നമുക്ക് പുതിയ കാറൊക്കെ കിട്ടും. ഇവിടെ ഇപ്പോൾ ഞാൻ ആ ജംപ് ടെസ്റ്റ് നടത്തുന്ന ലൊക്കേഷനിലേക്ക് എത്തിയേക്കാണ്. ഇപ്പോൾ ജംപ് ടെസ്റ്റ് ചെയ്യണ? അത് വേണ്ട. ജംപ് ടെസ്റ്റ് നമുക്ക് അവസാനം ചെയ്യാം. നമുക്ക് പോയിട്ട് ഒരു റേസിലും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. കാരണം എനിക്കിവിടെ വീൽ സ്പിൻ കിട്ടിയിട്ടില്ല. ഓക്കെ, ഇവിടെ ഒരു റേസൊക്കെ ഉണ്ട്. അതും ഒരു സ്ട്രീറ്റ് റേസിങ്ങാ. നമുക്കപ്പോൾ അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇവിടെ അങ്ങനെ രണ്ടാമത്തെ റേസ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇവിടെ പിന്നെ റോഡൊക്കെ കണ്ടില്ലേ, മൊത്തം നനഞ്ഞിരിക്കുക. ചിലപ്പോൾ വണ്ടി സ്ലിപ്പ് ആവാനായിട്ട് ചാൻസസ് കൂടുതലാണ്. നമുക്ക് അതുകൊണ്ട് നോക്കിയും കണ്ട് ഓടിക്കേണ്ടി വരും. അതിപ്പോൾ വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. ഈ റേസിലും കൂടി നമുക്ക് ജയിക്കാൻ നോക്കാം. ഇവിടെ പിന്നെ എൻ്റെ മുമ്പിൽ ഒരു ലംബോർഗിനി ഉണ്ട്. അതിനെ ഞാനങ്ങ് ഓവർടേക്ക് ചെയ്തു. അല്ല പിന്നെ ഞാനിപ്പോഴും 4ാം സ്ഥാനത്താണ്. അവന്മാർ പക്ഷേ നല്ല സ്പീഡിൽ പോവുണ്ട്. ഒരുത്തനെ ഞാൻ ഓവർടേക്ക് ചെയ്തു. ഞാൻ 2ാം സ്ഥാനത്തെത്തി. ഇപ്പത് 1ാം സ്ഥാനത്ത്. ലെറ്റ്സ് ഗോ. ഇനി ഇവിടെ നിന്ന് സ്പീഡിൽ പോവാം. മുമ്പിൽ പിന്നെ വലിയൊരു വളവ് വരുന്നുണ്ട്. നമുക്കിവിടെ പതുക്കെ തിരിക്കാം. ഇതേ മറ്റവൻ തിരിച്ചു. അതേതാ വണ്ടി? അതേതൊരു ഫോർഡിൻ്റെ വണ്ടിയാ. ഫോർഡിൻ്റെ വണ്ടിക്ക് ഇത്രയ്ക്ക് സ്പീഡാ? അത് കൊള്ളാലോ. നമുക്കതിനെ ഓവർടേക്ക് ചെയ്യേണ്ടി വരും. അത് പിന്നെ ഒരു സൂപ്പർ കാറല്ല, അതൊരു റാലി കാർ പോലെയാ. റാലിക്കാറിന് എന്താണോ ഇവിടെ കാര്യം? റാലിക്കാറല്ല ഇത്. കണ്ടിട്ട് അതേപോലെ തോന്നുന്നുണ്ട്. എന്തെങ്കിലും ആട്ടെ, ഞാനതിനെ വീണ്ടും ഓവർടേക്ക് ചെയ്തു. ഇനി അങ്ങ് പെടച്ചു വിടാം. വലിയ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. വണ്ടി സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ അപ്പുറത്തെ പറമ്പിൽ കിടക്കും. നമുക്ക് പതുക്കെ പോയാൽ മതി. അവന്മാർ എൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട്. അവർ ഏത് സമയത്തും എന്നെ ഓവർടേക്ക് ചെയ്യും. ഈ വണ്ടിയിൽ ഹോണൊക്കെ ഉണ്ടായിരുന്ന? കീബോർഡിൽ അച്ചമർത്തി കഴിഞ്ഞാൽ ഹോൺ അടിക്കും. ഈ ഗെയിമിൽ ഞാൻ ആദ്യമായിട്ടാണ് ഹോൺ യൂസ് ചെയ്യണേ. എടാ വഴിന്ന് മറടാ. ഇവിടെ ഉണ്ടില്ലേ മുന്നിൽ നിന്നൊക്കെ വണ്ടികൾ വരുന്നുണ്ട്. അതുമ്മ കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ പണിപ്പാളും. പിന്നെ ബാക്കിയുള്ളവർ കയറി പോവേ. ഇവിടെയും ഒരു വളവ് വരുന്നുണ്ട്. ഇതൊക്കെ ഈസിയാണ്. ഇത് വലിയൊരു വളവാ. അതും കൂടി നമുക്ക് വളച്ചെടുക്കാം. ആ ഫോർഡിൻ്റെ ആള് എൻ്റെ തൊട്ട് പിന്നാലുണ്ട്. അയാൾ കുറേ നേരമായിട്ട് എന്നെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നടക്കില്ല മോനെ. ഈ റേസ് ഞാൻ തന്നെ ഫസ്റ്റ് അടിക്കുക. ഇപ്പോഴത്തെ റേസ് 74% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ദൂരം മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ സ്പീഡിൽ അങ്ങ് പോയാൽ മതി. മുമ്പിൽ പിന്നെ വലിയൊരു വളവ് വരുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ നമുക്ക് ഒന്ന് സ്ലോ ചെയ്യേണ്ടി വരും. ഇവിടെ പിന്നെ സൈഡിൽ മാപ്പ് ഉണ്ടല്ലോ. മാപ്പ് ഉള്ളതുകൊണ്ട് അറിയാൻ പറ്റും സുഖമായിട്ട് എവിടെയൊക്കെയാണ് വളവ് വരണേന്ന്. റേസ് ഇപ്പോൾ ഏതായാലും കഴിയാറായി. 94%. അയ്യോ, മറ്റന്മാർ കയറി പോവോ? കയറി പോവില്ല. ഈ റേസ് ഇതേ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഇവിടെ ഫിനിഷ് ലൈനിലെത്തി. ലെറ്റ്സ് ഗോ. ഈ റേസും കൂടി ഞാനങ്ങനെ ഫസ്റ്റ് അടിച്ചേക്കാം. ഇവിടെ എനിക്ക് വീണ്ടും വീൽ സ്പിന് കിട്ടി. എന്തൊട്ട് കിട്ടാ? 40,000 ക്രെഡിറ്റ്സാ. ഇതുകൊണ്ട് ഞാൻ എന്തൊട്ട് ചെയ്യാനാ? ഒരു വണ്ടി അപ്ഗ്രേഡ് ചെയ്യാൻ പോലും പറ്റില്ല. ഇനി ഇവിടെ ജംപ് ടെസ്റ്റും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. നമുക്കിനി അതും കൂടി അങ്ങ് ചെയ്തേക്കാം. 3, 2, 1 ലെറ്റ്സ് ഗോ. ഈ വണ്ടീന് ജംപ് ടെസ്റ്റ് പാസ്സാവോ ഫെയിലാവോ എന്ന് നമുക്ക് നോക്കി നോക്കാം. എൻ്റെ ഗെയിം പിന്നെ എന്താണോ ചെറുതായിട്ട് ലാഗ് അടിക്കുന്നുണ്ട്. എൻ്റെ PC-യുടെ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ടാവും, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഈ ജംപ് ടെസ്റ്റ് പാസ്സാവോ?
എനിക്ക് തോന്നണില്ല. വണ്ടി ഇത് ഇപ്പോഴാ 300 ടച്ച് ചെയ്ത്. ഇപ്പോൾ അത് 320 30. ഈ വണ്ടി മിക്കവാറും ജംപ് ടെസ്റ്റ് പാസ്സാവില്ല. ഇതെന്തത്? ഈ വണ്ടി വെള്ളത്തിലും കൂടി എത്തിയില്ല. അത് ശരിയായില്ല ഏട്ടാ. അറ്റ്ലീസ്റ്റ് വെള്ളത്തിലെങ്കിലും എത്തായിരുന്നു. നമ്മുടെ പോർഷ അങ്ങനെ ഈ ജംപ് ടെസ്റ്റിൽ ഫെയിലായിക്കാ. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇവിടെ പിന്നെ എന്താണാവോ, എൻ്റെ ഗെയിം നന്നായിട്ട് ലാഗ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.